ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു യാത്ര ഗുരുവായൂരുന്ന് എറണാകുളത്ത് വരികയും എറണാകുളത്തൊരു ചെറിയൊരു യാത്ര 2-3 സ്ഥലങ്ങൾക്കൊന്ന് കാണാൻ പോവുകയും ചെയ്തതാണ്. അപ്പോൾ ഇതിൽ ഞാൻ കുറച്ചായിട്ട് ഷോർട്സ് ആയിട്ടാണ് ഇപ്പോൾ ഇടുന്നത്. കാരണം വീഡിയോസ് എഡിറ്റ് ചെയ്യാനുള്ള നേരം കിട്ടാറില്ല. അതാണ്. അപ്പോൾ ഈ യാത്ര തന്നെ കഴിഞ്ഞിട്ട് കുറച്ച് നാളായി. ഗുരുവായൂർ അമ്പലമൊക്കെ നന്നായിട്ട് തൊഴാൻ സാധിച്ചു അമ്പലത്തിൽ. അങ്ങനെ ഭഗവാനെ കണ്ട് നന്നായിട്ട് തൊഴുതിട്ട് അടുത്ത ദിവസം രാവിലെയാണ് ഗുരുവായൂരിൽ എറണാകുളത്തേക്ക് യാത്ര തിരിച്ചത്. അപ്പം അവിടെ നിന്ന് ഞങ്ങൾക്ക് ട്രെയിനിലാണ് ഞങ്ങൾ വരുന്ന വഴിയിൽ നല്ല പ്രകൃതി മനോഹരമായ ഞങ്ങളുടെയൊക്കെ ഇവിടെ ഇപ്പോൾ കാണാൻ കുറവാണ് കാഴ്ചകൾ, വയലും കാണാനായിട്ട് സാധിച്ചു. അപ്പോൾ എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി അവിടെ നിന്ന് മെട്രോയുടെ തന്നെ ഒരു ബസ്സാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ആ ബസ് മെട്രോയുടെ തന്നെ ഇപ്പോൾ ബസ്സുണ്ട്. എനിക്കത് അറിയില്ലായിരുന്നു അതിനെപ്പറ്റി. അവിടെ വെച്ച് കാണാൻ. അപ്പോൾ അതിൽ ഞങ്ങൾ മറൈൻ ഡ്രൈവിലാണ് അന്ന് ഇറങ്ങിയത്. മറൈൻ ഡ്രൈവിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് വാട്ടർ മെട്രോ കയറാനായിട്ട് ഞാനും വിഷ്ണു ചേട്ടനോട് പോയി. കാരണം നമ്മൾ മറ്റേ മെട്രോയിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ വാട്ടർ മെട്രോ വന്നതിന് ശേഷം പിന്നെ എറണാകുളത്തേക്ക് യാത്ര പോകാനൊന്നും സാധിച്ചില്ല. എന്തായാലും നമുക്ക് വൈകിട്ടായിരുന്നു ട്രെയിന്. അപ്പോൾ എന്തായാലും ടൈമുണ്ട്. ഞങ്ങൾ വാട്ടർ മെട്രോ ഞങ്ങൾ മറൈൻ ഡ്രൈവിൽ നിന്ന് ഫോർട്ട് കൊച്ചിയിലേക്കാണ് ടിക്കറ്റ് എടുത്തത്. അതൊരു അനുഭവമായിരുന്നു. ഒരു പുതിയ അനുഭവം. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു ഫെസിലിറ്റി അവൈലബിൾ അതെങ്ങനെയാണ് എന്നൊക്കെ അറിയണമല്ലോ. ഒരു വള്ളത്തിലും ബോട്ടിലൊക്കെ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിലും ഇതിൽ കയറുമ്പോൾ പക്ഷെ പ്രത്യേകിച്ച് നമുക്കിങ്ങനെ നമ്മൾ വെള്ളത്തിൽ ചുറ്റുമുള്ള യാത്രകൾ വളരെ മനോഹരമായിട്ട് തന്നെ കാണാൻ സാധിക്കുമായിരുന്നു. എന്തായാലും ആ ഒരു അനുഭവം, കാരണം അത് എറണാകുളത്ത് മാത്രമാണല്ലോ ഉള്ളത്, നമ്മുടെ ട്രിവാൻഡ്രത്ത് ഇല്ല. നല്ല അനുഭവമായിരുന്നു ആ യാത്ര.